നമ്മുടെ ഇടയിൽ ഈ കൺവെൻഷൻ്റെ പ്രാരംഭ സമയം ദൈവത്തിൻ്റെ വചനം നമ്മോട് അറിയിക്കുന്നത് പാസ്റ്റർ ഡി കുമാർദാസാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാൻ നമ്മുടെ കൺവെൻഷൻ്റെ കോർഡിനേറ്ററായിരിക്കുന്ന പാസ്റ്റർ ബൈജു അവരെ ക്ഷണിക്കുന്നു. ഡേവിഡ്സൺ ജെസിലറ്റ് ദമ്പതികളുടെ മകനായി പാസ്റ്റർ കുമാർദാസ് ജനിച്ചു. 2.5 വയസ്സിൽ ജോണ്ടിസ് ബാധിച്ച് ICUവിൽ പ്രവേശിക്കപ്പെട്ടു. ഇനി രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ കുഞ്ഞു കുമാർദാസിൻ്റെ ജീവൻ പ്രാർത്ഥനയാൽ ദൈവം മടക്കി നൽകിയതിനാൽ മാതാപിതാക്കൾ ആ പൈതലിനെ ദൈവവേലയ്ക്കായി സമർപ്പിച്ചു. ഈ യൗവനാരംഭത്തിൽ 15-ാം വയസ്സിൽ ദൈവശബ്ദം കേട്ട അദ്ദേഹം പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ശേഷം ദൈവവചന പഠനത്തിനായി പോയി. 1995-96 കാലഘട്ടത്തിൽ ബഥനി ബൈബിൾ കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം പുതുക്കുളങ്ങര സഭയുടെ പാസ്റ്ററായി ചുമതലയേറ്റു. ചെറുവേദികളിൽ പ്രസംഗം ആരംഭിച്ചു. 2000-ൽ പരുത്തൻ പാറയിൽ ആരംഭിച്ച സുവിശേഷ പ്രഘോഷണം 25 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ തെരുവ് പ്രസംഗവും മുറ്റത്ത് കൺവെൻഷനുകളുമായി 3000-ത്തിലധികം വേദികൾ ഇടതടവില്ലാതെ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ടു നീങ്ങുന്നു. ഇപ്പോൾ തേവൻകോട് സഭയെ നയിക്കുന്ന ഇടയനാണ് പാസ്റ്റർ കുമാർദാസ്. ഭാര്യ സിസ്റ്റർ മിനി, മക്കൾ പ്രൈസി എം ബ്ലസി, പ്രൈസൻ കെ ബ്ലസൻ. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ ദക്ഷിണ മേഖലാ കൺവെൻഷൻ്റെ ഉദ്ഘാടന ദിനത്തിലെ പ്രസംഗത്തിനായി പാസ്റ്റർ കുമാർദാസിനെ ഏറെ സ്നേഹത്തോടും തികഞ്ഞ ആദരവോടും കൂടെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രിയ കുമാർദാസ് പാസ്റ്ററിന് സ്നേഹാദരവ് നൽകുന്നതിനായി ദക്ഷിണ മേഖലയുടെ പ്രിയങ്കരനായ ഡയറക്ടർ പാസ്റ്റർ സനൽകുമാറിന് മുന്നോട്ട്. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട് ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു പരിശുദ്ധാത്മാവിന് എല്ലാവരും ഈ ഗ്രൗണ്ടിലേക്ക് ഇന്ന് രാത്രി ആത്മശക്തിയോടുകൂടി എല്ലാവരും കരങ്ങൾ അടിച്ച് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, തൊണ്ട മുറിഞ്ഞാലും കുഴപ്പമില്ല, കൈ പൊട്ടിയാലും കുഴപ്പമില്ല, എല്ലാവരും കരമടിച്ച് ഇന്ന് രാത്രി വില കൊടുത്ത് ഒരു നിമിഷം പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലേക്ക് ആത്മശക്തിയോടെ ഗ്ലോറാബ ശബ്ദരാധന അന്യഭാഷ പ്രാപിച്ച ദൈവജനം ഇന്ന് രാത്രി അന്യഭാഷയിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ ആരംഭിപ്പി, ഞാൻ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതയ്യോ ഇന്ന് രാത്രിയിൽ തേജസ് വാരി ഉടുത്തവനായി ഈ രാത്രി കോടാനുകോടി ദൂതഗണങ്ങളുമായി ഈ നെയ്യാറിൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രൗണ്ടിൽ ഈ രാത്രിയിൽ എൻ്റെ യേശുനാഥൻ കടന്നു വന്നിട്ടുണ്ട്. കരങ്ങളടിച്ച് അല്പസമയം എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ അപ്പച്ച, നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ. പളുങ്കുകടൽ തിരുന്നു ഞാൻ എൻ്റെ പളുങ്കുകടൽ തിരുന്നു ഞാൻ എൻ്റെ മധുരഗാനാരത മതിലേറി ഗമിപ്പാൻ മധുരഗാനാരത മതിലേറി ഗമിപ്പാൻ തേടി വന്നോ. കരമടിച്ച് പറഞ്ഞാട്ടെ. ദോഷിയാമെന്നെയും എന്നെയും കരമടിച്ച് പറഞ്ഞാട്ടെ. തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാദാ. ഇത്രമം സ്നേഹം ഉയർക്കൊടുത്തേനിക്കായോ, ഇത്രമ സ്നേഹം ഉയർക്കൊടുത്തേനിക്കായി. മന്നവ വർണ്ണിപ്പ നെളുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പ നെളുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാദാ. തേടി
വന്നു. ദോഷിയാമെന്നെയും എന്നെയും നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിലോ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിന്റെ കർത്താവേ, ആരംഭ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി. ഈ രാത്രിയിലും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഈ നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, ഈ കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ 5 വൻകരകളിൽ ആടിക്കത്തുന്ന ഒരു വൻകർത്താത്മാവിന്റെ തീയ ഇന്ന് രാത്രി കത്തി പടരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ ശുശ്രൂഷകൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ മാനുഷിക പൈശാചിക മണ്ഡലങ്ങളെ നസ്രേനാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാൽ നിന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. നിന്റെ യുദ്ധം നേരിട്ടാൽ നീ നിർഭയമായിരിക്കുക. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴുമെങ്കിലും നിന്നോട് അടുത്തു വരികയില്ല എന്ന് അരുളി ചെയ്ത നസ്രേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവ് ഞങ്ങൾ ഇതിനെ ആദരവരമ്പ് കൽപ്പിക്കുകയാണ്. സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനം അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹരമായ വേദിയിൽ ഇങ്ങനൊരു വലിയ അവസരം ദൈവം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ ഈ രാത്രി കോടാനുകോടി നന്ദി പറയുകയാണ്. ദൈവദാസൻ ആമേ പറഞ്ഞതുപോലെ ആമേ പ്രസിഡന്റ് 15ാമത്തെ വയസ്സിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ബദനി ബൈബിൾ കോളേജിൽ കർത്താവിന്റെ ശബ്ദം കേട്ട് പഠിച്ചിറങ്ങുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. കഴിഞ്ഞ 29 വർഷമായി ഈ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ ദൈവം എനിക്ക് തന്ന അവസരങ്ങൾക്കായി ഞാൻ നന്ദി പറയുന്നു. പ്രത്യേക അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ആമേ പല മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ആമേ എൻ്റെ ഈ സ്വന്തം ദേശത്ത്, എൻ്റെ ഈ കുടുംബത്തിനകത്ത് ആമേ എനിക്കിങ്ങനെ ഒരു മനോഹരമായ വേദിയിൽ ആമേ ശുശ്രൂഷ ഒരുക്കി തന്ന ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ആമേ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസൻ ബഹുമാന്യ ദക്ഷിണമേഖലയുടെ ഡയറക്ടറായിരിക്കുന്ന ആമേ സൽകുമാർ പാസ്റ്ററോടുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ ഇദ്ദേഹത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിലും അധ്യക്ഷപദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആമേ സുൽദാസ് പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ എൻ്റെ ആമേ മെസ്സേജ് കഴിഞ്ഞിട്ട് ശക്തമായ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേ വിദൂരങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസൻ ജോർജ് ബി ചാക്കോ ദൈവദാസനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മറ്റ് വേദിയിലായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ധ്വാനിക്കുന്ന പ്രായത്തിലും പക്വതയിലും എന്നെക്കാളും ശുശ്രൂഷ പാഠവുമുള്ള എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഇന്ന് രാത്രി നന്ദി പറയുകയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജന ശബ്ദ സീമയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ മാറ്റമില്ലാത്ത സുവിശേഷത്തെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്ന് രാത്രി എൻ്റെ ഹൃദയംഗമായി നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് ഈ രാത്രി വചനത്തിലേക്ക് നമ്മൾ ഓടി വരുവാൻ പോകുക. എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടായിരിക്കണം. ഒരു നീണ്ട പ്രസംഗമല്ല ഇന്ന് രാത്രി കേൾക്കുന്നത്, ഒരു ചെറിയ പ്രസംഗമാണ് കേൾക്കുന്നെങ്കിലും ഒരു വലിയ വിടുതൽ ഇന്ന് രാത്രി പ്രാപിച്ചുകൊണ്ട് ചെറുതായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നെങ്കിലും ഒരു വലിയ ആത്മാവിന്റെ പകർച്ച ഇന്ന് രാത്രി കണ്ട് ഇവിടെ വിട്ടെഴുന്നേൽക്കുവാൻ പോകുക. ദൈവമക്കളെ വടി നീട്ടുവാൻ ഒരു മോശയുണ്ടെങ്കിൽ ആഴിയെ പിളർക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവ കേൾക്കുവാൻ ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ഒരു ശമൂവേൽ ബാലൻ ദേവാലയത്തിനകത്തുണ്ടെങ്കിൽ അവനോട് സംസാരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേ പ്രാർത്ഥിപ്പാൻ ഒരുക്കമുള്ളൊരു ഏലിയാവ് കർമ്മയിലുണ്ടെങ്കിൽ ആ ഏലിയാവിന് വേണ്ടി തീയിറക്കാൻ കഴിയുന്ന ഒരു നാഥൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഒന്നുകൂടി അടിച്ചിന്ന് രാത്രി ഓ ഷാര ഹസിയാരാധന എൻ്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ആമേ 3-4 മൂട് ദേശമേ, ആമേ ഹല്ലേലൂയ 6-4 മൂട് ദേശമേ, ഇന്ന് രാത്രിയിൽ ആമേ 3-4 മൂട് ദേശമേ, ആമേ ഹല്ലേലൂയ 6-4 മൂട് ദേശമേ, ഇന്ന് രാത്രി നെയ്യാറ്റിൻകരയെ, തിരുവനന്തപുരമേ, ആമേ കേരളമേ, ഇന്ത്യയെ, ലോകത്തിന്റെ 5 വൻകരകള് ഇന്ന് രാത്രി കേൾക്കുക. ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം 3000-ലധികം ദൈവിക വാഗ്ദത്തങ്ങൾ, 8000-ലധികം അനുഗ്രഹങ്ങൾ, 1000-ൽ പരം അത്ഭുതങ്ങൾ കൊണ്ടടങ്ങിയ ഒരു സ്വർണ്ണഖനിയാണ് വിശുദ്ധ വേദപുസ്തകം. ഹല്ലേലൂയ. ഇതിനകത്ത് 3000-ലധികം ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്, 8000-ലധികം അനുഗ്രഹങ്ങളുണ്ട്, 1000-ൽ പരം അത്ഭുതങ്ങളുണ്ട്. ലോക ചരിത്രത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള, വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള, മനുഷ്യ ഹൃദയങ്ങൾ മാറോട് ചേർത്ത് വെച്ചിട്ടുള്ള ഈ വചനത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു വചനം നിങ്ങളുടെ മുമ്പിൽ വേഗത്തിൽ എടുത്തു വായിച്ച് ഈ രാത്രി ചില കാര്യങ്ങൾ മാത്രം പ്രസ്താവിച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാദരമായി എഫെസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കാമോ? എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള ചില വാക്യങ്ങൾ.
വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാക്കുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി എല്ലാ കാര്യങ്ങളും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്തുള്ള 19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. അടുത്തിരിക്കുന്നവർ കരം കൊടുത്ത് പറഞ്ഞാട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ ലോകരാജ്യങ്ങൾ അറിയണം. ഒന്ന് പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഈ സുവിശേഷ യോഗങ്ങളിലൂടെ ഇവിടെ മാത്രമല്ല ലോകരാജ്യങ്ങൾ അറിയാൻ പോകുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ രാത്രി ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി ഇന്ന് രാത്രി വർണ്ണിക്കുവാൻ തുടങ്ങിയാൽ പാട്ടുകാരൻ പറയുന്ന പോലെ 1000 നാവുകൾ കൊണ്ട് വർണ്ണിപ്പാൻ കഴിയാത്ത ക്രിസ്തുവിന്റെ മഹാസ്നേഹത്തിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് പസഫിക് സമുദ്രത്തെക്കാൾ ആഴമുള്ളതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. അത് സ്വർഗത്തോളം എത്തുന്നതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. അത് 4 ദിശകളിലേക്ക് നോക്കിയാൽ ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നതാണ്. അതിനേക്കാളും വലുതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് നമ്മൾ വന്നിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം, യേശു എന്നെ സ്നേഹിച്ചു എന്ന് ഉറപ്പുള്ളവർ ആ കരമുയർത്തിയ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി 3 കാലം മൂട് ദേശത്ത് ഈ ശബ്ദസീമയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കള്, ഈ രാത്രി നമ്മൾ വായിച്ചു കേട്ട ദൈവത്തിന്റെ വചനം ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ലേഖനമായ എഫെസ്യ ലേഖനം, റോമിന്റെ പൗരത്വമുള്ള ബെന്യാമിൻ ഗോത്രക്കാരനായ കോടിക്കണക്കിന് സ്വത്തിനവകാശിയായ ഗമാലിയന്റെ കാൽക്കീഴുന്ന് വേദഭ്യാസം പഠിച്ച പരീക്ഷന്മാരിൽ അഗ്രഗണ്യനായ റോമാ മതത്തിന്റെ മതഭ്രാന്തനായ 1 നമ്പർ റൗഡി, നമ്പർ 1 ഗുണ്ടയുമായ, ആരെയും വകവയ്ക്കാതിരുന്നവനായി വേദപുസ്തകം പറഞ്ഞു സുവിശേഷത്തിന് വിരോധമായി ദൈവമക്കളെ പീഡിപ്പിക്കുവാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരത്തിന്റെ പത്രവും വാങ്ങിക്കൊണ്ട് പായുന്ന പടക്കുതിരപ്പുറത്ത് ചാടിക്കയറി ദമസ്കോസിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ വലിയൊരു പ്രകാശം അവന്റെ മേൽ മിന്നി. വേദപുസ്തകം പറയുന്നവൻ നിലത്ത് വീണ് കാഴ്ച നഷ്ടപ്പെട്ട് കിടക്കുന്നവനോട് ദൈവം വിളിച്ചു ചോദിച്ചു, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരെന്ന് ചോദിക്കുന്ന ശബ്ദത്തിന്റെ മുമ്പിൽ നീ ഉപദ്രവിക്കുന്ന യേശു എന്ന് പറഞ്ഞ് അന്ന് മുതൽ സുവിശേഷത്തിന് വിരോധിയായിരുന്നവൻ ആ സുവിശേഷത്തിന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഒരു വക്താവായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ശബ്ദസീമയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ആരാധന, ഈ സുവിശേഷ യോഗം തീരുന്നതിന് മുമ്പ് അവർ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാധുര്യം രുചിച്ചറിയുവാൻ പോകുക. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്നലെ വരെ സുവിശേഷത്തിന് വിരോധമായി നിന്നവർ ഇന്ന് വിളിച്ചു പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. ഇന്നലെ വരെ സുവിശേഷത്തിന് വിരോധമായി നിന്നവൻ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. ഇന്ന് രാത്രി വേദപുസ്തകത്തിന്റെ ഉടനീളം നോക്കിയാൽ യേശുവിന്റെ സ്നേഹത്തെ ഒത്തിരി നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അരിമനാഥനായ യേശു കർത്താവ് വേദപുസ്തകം പറഞ്ഞത് കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശു കടന്നുപോയി. വചനം പറയുന്നു, അവിടെയുള്ള പിതാവിന്റെ മാതാവിന്റെ തല കുനിയാതിരിക്കേണ്ടതിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് തന്റെ സ്നേഹത്തെ അവൻ അവിടെ പ്രകടിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി സഹോദര സഹോദരിയെ, നിന്റെ ജീവിതത്തിന്റെ ഏത് വേദനാജനകമായ അന്തരീക്ഷത്തിനകത്ത് എന്റെ യേശുവിന്റെ സ്നേഹം വെളിപ്പെട്ടാൽ നീ നിന്ദിക്കപ്പെടേണ്ട ഇടത്ത് നീ മാനിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? യേശുവിന്റെ സ്നേഹത്തിന്റെ മാധുര്യം രുചിച്ചറിയണമെങ്കിൽ നയിൻ പട്ടണത്തിലേക്കൊന്ന് പോയാൽ അവിടെ കാണുവാൻ കഴിയും ഭർത്താവ് നഷ്ടപ്പെട്ട് വിധവയായ ഒരമ്മയുടെ ഏകമകൻ. വേദപുസ്തകം പറയുന്നവൻ മരിച്ചുപോയി. കടന്നു വന്ന സകല വ്യക്തികൾ റീത്തുകൾ കൊണ്ടുവച്ച അനുശോചനങ്ങൾ ആ
ആദരാഞ്ജലികളും അർപ്പിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു യേശു കർത്താവ് അവളെ കണ്ടിട്ട് മനസ്സരിഞ്ഞു. ബൈബിൾ പറയുന്നു യേശു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. യേശു പറഞ്ഞു ബാല്യക്കാര് എഴുന്നേൽക്ക എന്ന് പറഞ്ഞു മരിച്ചവന് യേശു ഹല്ലേലൂയ ജീവിപ്പിച്ച് തന്റെ സ്നേഹത്തെ അവൻ പ്രകടിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രിക്കാരൻ ലോകം നിന്റെ കണ്ണുനീര് കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത നിന്നെ കരയിക്കുന്ന സ്നേഹമല്ല, നിന്റെ കണ്ണുനീരുകള് തുടയ്ക്കുന്ന സ്നേഹമാണെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് അടിച്ചെന്ന് രാത്രി എന്റെ ദൈവത്തെ സ്തുതിച്ചാട്ട്. എത്ര തന്നെ വർണ്ണിച്ചാലും മതി വരത്തില്ല. ഒരു കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ വേദപുസ്തകം പറയുന്ന സകലരാൽ ത്യജിക്കപ്പെട്ടവനായി ഒതുക്കപ്പെട്ടവൻ. വേദപുസ്തകം പറയുന്നവൻ യേശുവിന്റെ അടുക്കലേക്ക് അവൻ ഓടി വരുവാനിടയായി. സാഹചര്യങ്ങൾ അവനെ യേശുവിന്റെ അടുക്കൽ വരാതെ വണ്ണം തടഞ്ഞെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് വന്നവനെ യേശു പുറങ്കാലുകൾ കൊണ്ട് തട്ടിക്കളഞ്ഞില്ല. യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ യേശുവിനെ ചാരത്ത് പിടിച്ച് അണച്ചു പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞവനെ വിടിവിച്ചെങ്കിൽ ഒറ്റപ്പെട്ടവരായി തഴയപ്പെട്ടവരായി ജീവിതത്തിനകത്ത് വേദന അനുഭവിക്കുന്ന എന്നെയും നിന്നെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവാകയാൽ അവന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ഇതിനകത്ത് ഈ ഗ്രൗണ്ടിൽ ഈ മനോഹരമായ വസ്ത്രം ധരിച്ച് നല്ല വാഹനങ്ങൾ കയറി ഇതിനകത്ത് വരുവാൻ ദൈവ കൃപ നൽകിയത് യേശുവിന്റെ സ്നേഹമാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറം ദൈവദാസന്മാർ പറഞ്ഞ പോലെ മരിച്ചിനിയുടെ മൂടും പച്ചവെള്ളവും കാന്താരി മുളക് കനിച്ചു പറിച്ചു നിന്ന് പൈപ്പിന്റെ മൂട്ടിൽ പോയി കൈക്കുമ്പിൽ വഴി വരുന്ന പച്ചവെള്ളം വലിച്ചു കുടിച്ച് ചക്കച്ചമണി ചക്കപ്പൂഞ്ച് ചക്കമടലും ചേനത്തണ്ട് പച്ചിലകളും വെട്ടിത്തിന്ന് ദൈവത്തെ ആരാധിച്ച ഒരു കാലഘട്ടം പണ്ട് പെന്തക്കോസ്തിനകത്തുണ്ടായിരുന്നു. ഹലോ, ഓല കെട്ടിയ വീട്ടിൽ ചാണകമൊഴിയ തറയിൽ പച്ചക്കല്ലുകൾ കൊണ്ടുള്ള ചുമരിൽ മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിൽ ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നിന്ദകളും പരിഹാസങ്ങളും പ്രതികൂലങ്ങളും പലതും ഉണ്ടായെങ്കിലും അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ സുവിശേഷത്തിന് വേണ്ടി യേശുവിന്റെ സ്നേഹത്തെ തേടിപ്പോയ എന്നെയും നിങ്ങളെയും ഇത്രത്തോളം ഉയർത്തിയെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ അടിച്ച യേശുവിന്റെ സ്നേഹത്തിനായി ഈ രാത്രി നന്ദി പറഞ്ഞാട്ട് യേശുവിന്റെ സ്നേഹത്തെ ഇങ്ങനെ പ്രസംഗിച്ചു പോയാൽ അനവധിയായിട്ടുണ്ട്. എന്നാൽ ഏതാണ് യേശുവിന്റെ പ്രധാനപ്പെട്ട സ്നേഹം? റോമാലേഖനം വായിക്കേണ്ട 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിപ്പാനിടയായി. കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യഥാർത്ഥ യേശുവിന്റെ സ്നേഹം വെളിപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. 1 യോഹന്നാൻ 4:10 പറയുന്നു, നാം യേശുവിനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചതാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, യേശു നമ്മെ സ്നേഹിച്ചതാണ്. എപ്പോൾ നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരായപ്പോൾ യേശു നമ്മെ സ്നേഹിച്ചതല്ല. നമ്മുടെ പാപങ്ങൾ കഴുകി വന്നപ്പോൾ യേശു നമ്മെ സ്നേഹിച്ചതല്ല. പിന്നെയോ പാപത്തിന്റെ ചേറ്റിൽ നാട്യം വെച്ച് കിടന്നവരായ എന്നെയും നിങ്ങളെ കാൽവറിയിലെ സ്നേഹം സ്നേഹിച്ചെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് ഇന്ന് രാത്രി നന്ദി പറയുകയാണ്. എങ്ങനെയാണ് അവിടെ നിന്ന് സ്നേഹിച്ചത്? വേദപുസ്തകം പറയുന്ന യേശുവിന്റെ സ്നേഹത്തിന്റെ യഥാർത്ഥ ദൃശ്യം കാണണമെങ്കിൽ അതേ കാൽവറിയിലേക്ക് ഇന്ന് രാത്രി ഒന്ന് നോക്കുവാൻ തയ്യാറാകണം. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് ഒരു കന്യക മറിയത്തിലൂടെ ഈ ഭൂമിയിൽ ജനിച്ച് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ് മാതൃക കാണിച്ചു തന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിന്റെ പുത്രൻ എന്ന് തെളിയിച്ച് പെന്തിയോസ് പീലാത്തോസിന്റെ കോടതിയിൽ വിധിക്കപ്പെട്ട് യാതൊരു കുറ്റവും കൂടാതെ വേദപുസ്തകം പറയുന്നു യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ വേണ്ടി തയ്യാറാകുകയാണ്. നിങ്ങൾക്കറിയാമോ, 4 കോടതികളിലായി എന്റെ യേശു 5 പ്രാവശ്യം വിധിക്കപ്പെടുവാനിടയായി. നിങ്ങൾക്കറിയാമോ, ഗെത്സമന എന്നറിയപ്പെടുന്ന ആ തോട്ടത്തിൽ വെച്ച് റോമൻ പടയാളികൾ വന്ന് യേശുവിനെ പിടിക്കുവാൻ
നയിക്കുവാൻ വേണ്ടി വന്നു നിൽക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെ പുറകിലാക്കിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനാണെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നിന്നുകൊടുത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ സ്നേഹമാണ്. ഈ ലോകത്തിൽ നമ്മൾ നോക്ക്, നേതാക്കന്മാർ നമ്മുടെ തൊട്ട് അടുത്തുള്ള തിരുവനന്തപുരം ജില്ലയില് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അനവധി നമുക്കറിയാം സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഉന്നതന്മാരായ നേതാക്കന്മാർ അവിടെ വന്ന് മനോഹരമായ പ്രസംഗം നടത്തി അണികളെ വീറുകൂട്ടി അവിടെ ലാത്തി ചാർജ് ജലഭീരങ്കി ഗ്രാനേഡും നടക്കുമ്പോൾ ഈ നേതാക്കന്മാരെല്ലാം അടുത്തുള്ള ഇനോവയിൽ കയറി ലൂസിയയിലോ അതുപോലെ മസ്കറ്റ് ഹോട്ടലിലോ ചെന്ന് തന്റെ അണികൾ അടികൊള്ളുന്ന അടികൾ കണ്ട് രസിക്കുമ്പോൾ എന്റെ യേശുവിന്റെ സ്നേഹം അങ്ങനെയല്ല. തന്റെ ശിഷ്യന്മാരെ എല്ലാം പുറകിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി ഞാനാണെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് മുൻപിൽ നിന്നൊരു നേതാവുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവാകയാൽ ആ കരങ്ങൾ അടിച്ചിന്ന് രാത്രി എന്റെ ആരാധന അടകര ഹതുരികടകസിയ ആ യേശുവിനെ അറിയാൻ ലഭിച്ച ഭാഗ്യം പോലെ വേറൊരു ഭാഗ്യമില്ലെന്നേ. ആരാലുമൂടെ ദേശമേ, യഥാർത്ഥ സ്നേഹം അറിയണമെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വാ. യഥാർത്ഥ സ്നേഹം അറിയണമെങ്കിൽ യേശുവിങ്കലേക്ക് വാ. അല്ലേ? ഇന്ന് ലോകത്തിലേക്ക് നോക്ക്, ജാതിയുടെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും മതത്തിന്റെ പേരില് വർഗീയതയുടെ പേരില് വ്യക്തിഗതയും പിച്ചുവയും സൈക്കിൾ ചെയിന് എടുത്ത് നടു റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മനുഷ്യൻ തകരുമ്പോൾ ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ചവർ, ഒരു ഭാഗിൽ തന്നെ കിടന്നുറങ്ങിയവർ, ഒരു ഇലക്ക് ഇട്ട് തന്നെ ചോറുണ്ടവർ, ഒരു ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിച്ചവരല്ല. ജാതിയുടെ പേരില് മതത്തിന്റെ പേരില് വർഗത്തിന്റെ പേരില് രാഷ്ട്രീയത്തിന്റെ പേരില് തമ്മിൽ വെട്ടിമരിക്കുമ്പോൾ ഇന്ന് രാത്രി ഇതിനകത്ത് പല ജാതിക്കാരുണ്ട്, പല ഭാഷക്കാരുണ്ട്, പല വംശക്കാരുണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിലൊന്നും വെട്ടുകത്തിയില്ല, കടാരയില്ല. ഞങ്ങളിൽ ഒരുവന് വേദന വന്നാൽ ഞങ്ങൾ കരങ്ങൾ കോർത്തു പിടിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് യേശുവിന്റെ സ്നേഹമാണ്. ഹലോ ഹലോ ഞങ്ങൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പലരും വിളിക്കാറുണ്ട്, ഫോൺ ചെയ്യാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുമ്പോൾ ഒരു പക്ഷെ വിളിച്ചത് ഞങ്ങളുടെ അപ്പൻ്റെ ചേട്ടൻ്റെ മക്കളായിരിക്കത്തില്ല, ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയുടെ മക്കളായിരിക്കത്തില്ല. ഞങ്ങൾക്കൊരു പക്ഷെ ആ വ്യക്തിയെ അറിയത്ത് പോലുമില്ല. പക്ഷേ ഞങ്ങൾ ആ ഫോണിലൂടെ വേദനയോട് ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കാര്യം ക്രൂസിൽ എൻ്റെ യേശു കാണിച്ചു തന്ന ആ സ്നേഹത്തിന്റെ ഹലോ ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു വ്യക്തിക്ക് വേദന വന്നാൽ ഞങ്ങൾ അവനെ വെട്ടുകയല്ല, അടിക്കുകയല്ല. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കരങ്ങൾ കോർത്തു പിടിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കാര്യം യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്ന ആ ദൈവ സ്നേഹത്തിന്റെ മഹത്വമാകയാൽ ഇന്ന് രാത്രികൾ അത് മനസ്സിലാക്കിയ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവറിയിലെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? 4 കോടതികളിലായി 5 പ്രാവശ്യം വിധിക്കപ്പെട്ടവനായ യേശുവിന്റെ സ്നേഹം വേദപുസ്തകം പറയുന്നു. കള്ളസാക്ഷികളെ നിരത്തി വെച്ച് യേശുവിന് വിരോധമായി അനവധി കള്ളസാക്ഷികൾ പറയുമ്പോൾ രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ എൻ്റെ യേശു മിണ്ടാതെ ഇരുന്നത് കേൾക്കാനിടയായി. എന്ത്? യേശുവിന്റെ വായൊന്ന് തുറന്നിരുന്നെങ്കിൽ ഒരു റോമ സാമ്രാജ്യത്തിന്, ഒരു യഹൂദ മതത്തിന് എൻ്റെ യേശുവിന്റെ രോമത്തെ തൊടാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ യേശു എനിക്കും നിനക്കും വേണ്ടി മരിക്കുവാൻ റോമാലെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വചനം പറയുന്നു, അവൻ നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരോട് ആത്മാവ് ഞാനൊരു ദൂതായി വിളിച്ചു പറയാ, സ്വർഗത്തിന്റെ സകല മഹിമകള് യേശു വെടിഞ്ഞു. അവൻ ദൈവത്വം വിട്ടു, അവൻ മനുഷ്യത്വം വിട്ടു, അവൻ നമുക്ക് വേണ്ടി ദാസത്വം എടുത്തെങ്കിൽ പണ്ട് വിട്ടുകളഞ്ഞതിനെ പട്ടിയുടെ സ്വഭാവം പോലെ വീണ്ടും പോയി തിരിച്ചെടുക്കരുത്. യേശു നമുക്ക് വേണ്ടി ദൈവത്വം വിട്ടെങ്കിൽ, മനുഷ്യത്വം വിട്ടെങ്കിൽ, ദാസത്വം വിട്ടെങ്കിൽ യേശുവിന് വേണ്ടി അന്ത്യത്തോടെ ചിലത് വിടാ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ വീണ്ടും തയ്യാറാകുക? അവർ
മാത്രം ആ കരങ്ങളൊന്ന് അടിച്ച് എൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ഓ റിബല ഹഡഗരഗസിയ കാൽവറിയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത. ആമേ പ്രൈസ്. റോമൻ പടയാളികളുടെ ചാട്ടവാറുകൾ കൊണ്ട് ശരീരം മുഴുവന് അടിച്ചു തകർക്കുമ്പോൾ എന്നെ അടിക്കരുതേ എന്ന് പറയാതെ ആമേ അടി മുഴുവന് കൊണ്ട കാൽവറിയിലെ സ്നേഹം. കൈകാലുകളിലേക്ക് ആണികൾ അടിച്ചു കയറ്റിയപ്പോൾ ആമേ എന്നെ അടിക്കരുതേ എന്ന് പറയാതെ കൈകാലുകൾ ആമേ കാട്ടി ആമേ വേദന സഹിച്ച സ്നേഹം. നോക്കണമേ, തലയിൽ മുൾക്കിരീടം ചൂടിയപ്പോൾ ആ വേദന അനുഭവിച്ച സ്നേഹം. ആമെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി ആമെ പിളർന്നപ്പോൾ തന്റെ സ്നേഹത്തിന്റെ മാതിരിമ വെളിപ്പെടുത്തിയ കർത്താവ് അവൻ തന്നെ ഉപദ്രവിച്ചവനെ നോക്കി അവൻ ശപിച്ചില്ല, അവൻ പ്രാഗിയില്ല. അവിടെയും തന്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാക കൊണ്ട് ആമ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കാൽവറിയിലെ സ്നേഹം. ഓ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകം വായിക്കുന്നു. ആമേ നോക്ക്, ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു കള്ളൻ കുത്തി നോവിക്കുമ്പോൾ മറ്റവൻ പറയണം, മിണ്ടാതിരിയണ, ഞാനും നീ തെറ്റ് ചെയ്തിട്ട് ആമേ ശിക്ഷ അനുഭവിച്ചത്. എന്ന യേശു കർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, അവൻ പാപം അറിയാത്ത ദൈവം. 1 പത്രോസ് 2:22 പറയുന്നു, അവൻ പാപം ചെയ്തിട്ടേ ഇല്ല. 1 യോഹന്നാൻ 3:6 പറയുന്നു, അവനിൽ പാപമില്ലേ ഇല്ല. പാപം അറിയാത്ത, പാപം ചെയ്യാത്ത, പാപമില്ലാത്ത യേശു നിങ്ങളിൽ ആര് എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുമെന്ന് ചോദിച്ച യഹൂദ ഗോത്രത്തില് സിംഹമായവൻ, ദാവീദിന്റെ വേരുമായ ക്രിസ്തു. നോക്കണമേ, പിശാച് പോലും വിറച്ചുകൊണ്ട് പറയുകയാണ്, നീ ആരെന്ന് എനിക്കറിയാം, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. പീലാത്തോസിന്റെ ഭാര്യ പോലും പറയുകയാണ്, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി പറയുകയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. യേശുവിനെ ഒറ്റുകൊടുത്ത യൂദ പോലും പറയുക, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞ നീതിമാനായ സ്നേഹനിധിയായ യേശു. ഓ, ഇന്ന് രാത്രി ആ യേശുവിനെ പ്രസംഗിക്കുക. എൻ്റെ തൊണ്ട മുറിഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ കൈ അടിച്ചു പൊട്ടിയാലും കുഴപ്പമില്ല. ആമേ പ്രജ കൊച്ചുപ്രായത്തിൽ ഒരു സൈക്കിൾ വാങ്ങി ചവിട്ടാൻ അന്ന് കഴിയാത്തത് കൊണ്ട് 2 രൂപ കൊടുത്ത് സൈക്കിൾ വാടാക്കി ചവിട്ടി കൊതി തീർത്ത എന്നെ ഇന്ന് രാത്രി ഇത്രത്തോളം അനുഗ്രഹിച്ചതും ഉയർത്തിയത്, എന്നെ മാനിച്ചതും എന്നെ യേശുവാകയാൽ ഈ യേശുവിനെ ഉയർത്തുന്നതിൽ നിങ്ങൾ കൈയടിച്ചാലും ആരാധിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി വിളിച്ചു പറയാ, എൻ്റെ സ്നേഹം അപ്പന്റെ സ്നേഹത്തെക്കാൾ, അമ്മയുടെ സ്നേഹത്തെക്കാൾ, ഭർത്താവിന്റെ സ്നേഹത്തെക്കാൾ, ഭാര്യയുടെ സ്നേഹത്തെക്കാൾ, ആമേ കൂട്ടുകാരന്റെ, ഗേൾ ഫ്രണ്ടിന്റെ, ബോയ് ഫ്രണ്ടിന്റെ സ്നേഹത്തെക്കാൾ കരുത്തുള്ള സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ യേശുവിന്റെ സ്നേഹമാ. ഈ ലോകത്തിന്റെ സ്നേഹങ്ങൾ മുഴുവനും 6 അടി മണ്ണിലങ്ങ് തീർന്നു പോകും. കെട്ടിപ്പിടിച്ചവർ, ചുംബിച്ചവരും, മുത്തം തന്നവരല്ല, ആമേ ബെഡ്റൂമിലെല്ലാം കയറ്റിയവരല്ല. ആമേ പ്രൈസ്. പിന്നെ മരിച്ചു പോകുമ്പോൾ നമ്മെ ഏറ്റവും പുറകിലുള്ള പുരയിടത്തിൽ കൊണ്ടുനിന്ന് 6 അടി മണ്ണിൻ്റെ ആമേ അകത്ത് കുഴിച്ചു മൂടും. ആ സമയത്ത് നിന്നെ മണ്ണിനും മണ്ണായി, നിന്നെ പൂഴിക്ക് പൂഴിയായി, ചാരത്തിന് ചാരമായി ഏൽപ്പിക്കുന്നത് പറയുമ്പോൾ കുറച്ച് മണ്ണ് മാത്രം വാരിയിട്ടവർ പോകുമ്പോൾ ക്രൂശിന്റെ സ്നേഹം. ദാവീദ് പറയുന്നു, കൂരിൽ താഴ്വരെ കൂടി ഞാൻ നടന്നാൽ അവിടെയും നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. മരണത്തിനപ്പുറമായി നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ അതിന് ക്രൂശിന്റെ സ്നേഹമാകയാൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ ആമേ ഒരു കള്ളൻ പരിഹസിക്കുമ്പോൾ മറ്റേ കള്ളവൻ പറയുകയാണ്, ഇല്ല നമ്മൾ തെറ്റുകാര്, അവിടുന്ന് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ആമേ ഇന്ന് നീ എന്നോടുകൂടെ ആമേ പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ നിത്യതയുടെ കവാടം അവന് വേണ്ടി തുറന്നു കൊടുത്ത ദൈവത്തിന്റെ സ്നേഹം. കരമുയർത്തൊരു ഹല്ലേലൂയ പറ. മരിച്ച് വേദപുസ്തകം പറഞ്ഞ അടക്കപ്പെട്ട് 3-ാമത്തെ ദിവസം, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ട് മരണപാശങ്ങളെ അടിച്ച് പാതാള വേദനകളെ ചുമന്ന് തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ സ്നേഹം. ആ സ്നേഹം അവിടം കൊണ്ട് തീർന്നില്ല. 40 ദിവസം ഈ ഭൂമിയിലായിരുന്നു. തനിക്ക് വേണ്ടി നിന്ന ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട്, മക്കളെ നിങ്ങളാരും ഭയപ്പെടേണ്ട, ആമൻ ഞാൻ പറഞ്ഞതുപോലെ
ഈ തനിക്ക് വേണ്ടി നിന്ന് തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ സ്നേഹം, ആ സ്നേഹം അവിടം കൊണ്ട് തീർന്നില്ല. 40 ദിവസം ഈ ഭൂമിയിലായിരുന്നു. തനിക്ക് വേണ്ടി നിന്ന് ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട്, മക്കളെ നിങ്ങളാരും ഭയപ്പെടേണ്ട, ആമൻ ഞാൻ പറഞ്ഞതുപോലെ ഈ മന്ദിരത്തെ പൊളിപ്പി, ആമൻ 3 ദിവസത്തിനകം ഞാൻ പണിയാമെന്ന് പറഞ്ഞ പോലെ ഞാൻ ഉയർത്തെഴുന്നേറ്റ്, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് 40-ാം ദിവസം ആമെ തന്റെ മക്കൾക്ക് ഉറപ്പ് നൽകിയ സ്നേഹം, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാം നാളും ഞാൻ നിങ്ങളോട് ആമെ കൂടെ ഉണ്ട് എന്ന് ആമെ ഗ്യാരണ്ടി തന്ന സ്നേഹം ഇന്ന് രാത്രി ഞങ്ങളെ കരുത്തുള്ളതാക്കി മാറ്റുന്നത് ആ ഒരു സ്നേഹമാണ്. ആരെല്ലാം ഞങ്ങളെ വിട്ടു പോയാൽ, എന്തെല്ലാം പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് വന്നാൽ, ഈ സ്നേഹം ഞങ്ങളെ കൈവിടില്ല. ആമേൻ. റോമേ വേദപുസ്തകം പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണ പ്രകാരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് വ്യവസ്ഥ കിടക്കുമ്പോൾ, നോക്കണമേ, ആമേ മോശയുടെ ന്യായപ്രമാണം പറയുന്നു, ഒരുവളെ ആമേ പട്ടണത്തിൽ വെച്ച് പിടിക്കപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ ഒരുവളെ വയലിൽ വെച്ച് ആമേ പിടിക്കപ്പെട്ടാൽ അവളെ ദേഹത്ത് ഒരു തരി കല്ല് പോലും വരരുത്. എന്നാൽ ഇതാ യേശുവിന്റെ മുമ്പിൽ കിടക്കുന്നവൾ ആമേ പട്ടണത്തിൽ വെച്ച് പിടിക്കപ്പെട്ടവളാ. പട്ടാപ്പകൽ പട്ടണത്തിൽ വെച്ച് പിടിക്കപ്പെട്ട ഒരു പാപിനിയായ സ്ത്രീ ആമേ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ചെന്നാല് ആമേ കോടതി വിധി ഇവൾക്ക് എതിരാണ്. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി, നിങ്ങളിൽ ആമേ ഞാൻ വന്നത് നീതിമാന്മാരെ അല്ല, ഞാൻ വന്നത് പാപികളെ രക്ഷിപ്പാനാണ് വന്നത് എന്ന് ആമേ യഹൂദ ഗോത്രത്തില് സിംഹമായി ആമേ ദാവീദിന്റെ അവൻ വിളിച്ചു പറഞ്ഞിട്ട് ആ ആമേ സഹോദരിയെ വിടുവിച്ച യേശുവിന്റെ സ്നേഹം ഒരു സ്തോത്രം ചെയ്താട്ട്. ഓ റീബാല ഹസിയാരാധന. എനിക്ക് പിന്നിൽ എന്നെക്കാളും ബലവാനായ ഒരു ദൈവത്തിന്റെ ദാസൻ ആമേ ശുശ്രൂഷയ്ക്കുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ സ്നേഹത്തിന്റെ മാതിരി ഒറ്റ വാക്കിൽ നിർത്തി ഞാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്താട്ടെ. ഈ സ്നേഹം ആമേ സ്വർഗത്തോളം വേദപുസ്തകം പറയുന്നു, എടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ സ്നേഹം ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് തനിക്കായി കാത്തിരിക്കുന്ന ആമേ തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ആമേ പരിശുദ്ധാത്മാവിനെ അയച്ചു തരുന്ന സ്നേഹം. തനിക്കായി കാത്തിരിക്കുന്ന, രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ ആമേ വീണ്ടും വരാ മെന്ന് ഉറപ്പ് നൽകിയ സ്നേഹത്തിനായി ആ കരങ്ങളെ അടിച്ച് വൈഡാരാജ ശന്തരാധന റിബല ഹദരഘടക രഗശസിയാര ഹസ്തരം ജനാദര ധരാധര. ഇന്ന് രാത്രി അല്പസമയം അന്യഭാഷയിൽ എന്റെ ദൈവത്തെ സ്തുതിച്ചാട്ട് അവൻ വീണ്ടും വരാമെന്ന് പറഞ്ഞ ആ സ്നേഹത്തിനായി ഓ റിബാലാബാഷേകാരാദിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉറപ്പ് നൽകിയ ഇന്ന് രാത്രി അല്പസമയം അന്യഭാഷയിൽ എന്റെ ദൈവത്തെ സ്തുതിച്ചാട്ട് അവൻ വീണ്ടും വരാമെന്ന് പറഞ്ഞ ആ സ്നേഹത്തിനായി ഓ റിബാലാബാഷേകാരാദിയ. Praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ പാസ്റ്റർക്ക് നന്ദി. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകളാൽ നാം അനുഗ്രഹിക്കപ്പെടുവാനിട